ദൈവവചനത്തിൽ 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, സാത്താൻ നിങ്ങളെ മുതൽ എടുക്കാതെ ഇരിക്കേണ്ടതിന് അവന്റെ പദ്ധതികളെ അവന്റെ ട്രിക്സിനെ നിങ്ങൾ അറിവില്ലാത്തവർ ആയിരിക്കരുത്. ഡു നോട്ട് ബി ഇഗ്നോറന്റ്. ഹല്ലേലൂയ. ഇന്ന് പകൽ സത്യം അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ മാറുമ്പോഴാണ് നമ്മൾക്ക് ജയം ലഭിക്കുന്നത്. നമ്മുടെ അറിവില്ലായ്മ പിശാച് മുതലെടുക്കും. എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്? സാത്താൻ നിങ്ങളെ തോൽപ്പിക്കാതെ. മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്. അവിടെ ഒരു കാര്യം ഓർത്തോണം, സാത്താന് നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ അടുത്തുപോലും സാത്താൻ വന്ന് നിൽക്കത്തില്ല എന്ന് പോട്ടെ, അവൻ അവിടെ വാലും ചുരുട്ടി ഓടും. ഹല്ലേലൂയ. പക്ഷേ സാത്താൻ നമ്മളെ മുതലെടുക്കും. എങ്ങനെയാണ് മുതലെടുക്കുന്നത്? ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ ഞാൻ ദാഹിക്കുന്നത് കൊണ്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാനായി ഒരുങ്ങുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ബെന്നി ബ്രദർ പറയും, ചുമ്മാതെയല്ല, ഇതിന് 10 രൂപ ആണ് ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി. വാസ്തവത്തിൽ ഇത് സൗജന്യമായിട്ട് എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ എനിക്ക് ആ വിവരം അറിവില്ലായ്മ കൊണ്ട് ഞാൻ 10 രൂപ എടുത്തു ബെന്നി ബ്രദറിന് കൊടുക്കും. ബെന്നി ബ്രദറിന് 10 രൂപയും കിട്ടി. എന്റെ 10 രൂപ നഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അത് സംഭവിച്ചത്. വാസ്തവത്തിൽ എനിക്കത് സൗജന്യമായിരുന്നു. എനിക്ക് വേണ്ടി തന്നെ അവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് ധൈര്യത്തോടെ അത് കുടിക്കാമായിരുന്നു. എന്നാൽ അറിവില്ലായ്മ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പലരും, നിങ്ങളും ഞാനും, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇന്ന് പല നാശവും നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നതോടെ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ നാശവും നഷ്ടവും പിശാചിന് ചെയ്യുവാൻ സാധിക്കത്തില്ല. യേശു പറഞ്ഞു, എന്നെ പിതാവ് അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. സാത്താന്റെ പ്രവർത്തികളെ അഴിപ്പാൻ യേശു വന്നെങ്കിൽ അവന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മാത്രമല്ല, അത് എന്നേക്കുമായി മാറ്റി നിർത്തുവാൻ നിങ്ങളുടെ കയ്യിലും എന്റെ കയ്യിലും കർത്താവ് അധികാരം തന്നിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അത് വിശ്വസിക്കുന്നവർ ആർത്ത് വിളിച്ച് പറഞ്ഞാട്ടെ, ജയം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയമുണ്ടെന്ന് 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം പറഞ്ഞെങ്കിൽ 11-ാമത്തെ വാക്യമാണ് ഇത് പറയുന്നത്. അവന്റെ നുണയിൽ പെട്ടുപോകരുത്. ഇന്ന് ഈ മെസ്സേജ് നമ്മൾ കേൾക്കുമ്പോൾ ഈ മെസ്സേജ് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. ഹല്ലേലൂയ. യേശു ഇതുപോലെ തന്നെ ഒരു പെസഹ വ്യാഴാഴ്ച തന്റെ മുമ്പിലിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിലിരുന്ന ഒരു അപ്പം എടുത്ത് ഞുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് അനേകർക്കായി ഞുറുക്കപ്പെട്ടുന്നു എന്റെ ഈ ശരീരം. അതുപോലെ തന്നെ താൻ പാനപാത്രവും എടുത്തു സ്തോത്രം ചെയ്ത ശേഷം ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് നിങ്ങൾ പാനം ചെയ്യുവീൻ. അനേകരുടെ പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലെ എന്റെ രക്തം എന്ന് യേശു പറഞ്ഞ ശിഷ്യന്മാർക്ക് കൊടുത്തു. പുതിയൊരു നിയമം, പുതിയൊരു ഉടമ്പടിയുടെ ആരംഭമായി യേശു ക്രിസ്തു സ്വന്തം ആ പാനപാത്രം എടുത്തു പറഞ്ഞു, ഇതെന്റെ രക്തം. ഇത് കുടിക്കുമ്പോൾ, ഇത് നിങ്ങൾ പാനം ചെയ്യുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു യാഗം എന്തോ സംഭവിക്കാൻ പോകുന്നു. പുതിയൊരു അധ്യായം ആരംഭിക്കുവാൻ പോകുന്നു. ഇന്ന് പകൽ ഇവിടെ നാം ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഉടമ്പടിയിൽപ്പെട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വാങ്ങപ്പെട്ട് നിങ്ങളും ഞാനും ഇവിടെ ഇരിക്കുന്നതിന്റെ അധികാരം എന്താണെന്ന് തിരിച്ചറിയായിരുന്നെങ്കിൽ നന്നായിരുന്നാനേ. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാ യാഗമായി തീർന്നത്? പാപം ഒരിക്കലായി എന്നേക്കുമായി മായ്ക്കപ്പെടുവാൻ. ഈ മേശ ഇവിടെ ഇരിക്കുമ്പോൾ ഈ മേശ വിളിച്ചറിയിക്കുന്നത് നിങ്ങൾ പാപിയാണെന്നല്ല. ഈ മേശ വിളിച്ചറിയുന്നത് നിങ്ങൾ നീതീകരിക്കപ്പെട്ടവർ, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവർ, നിങ്ങൾ അധികാരമുള്ളവർ, നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കപ്പെട്ടവർ അത്രേ. ചേർന്ന് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഈ മേശ കരയുവാൻ
വിൽക്കാനായിട്ടല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ മേശ കാണുമ്പോൾ നിലവിളിക്കേണ്ട ആവശ്യമില്ല. ഈ മേശ നിങ്ങളെ പാപിയാണെന്ന് വിളിച്ചു പറയുന്ന മേശയല്ല. ഈ മേശ നിങ്ങളോട് വിളിച്ചു പറയും, ഒരിക്കലായി എന്നേക്കുമായി ഒരു പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു, ഒരിക്കലായി എന്നേക്കുമായി കാൽവരിയിൽ ഒരു യാഗം അറക്കപ്പെട്ടു. ആ യാഗം യാഗമായി നിന്നില്ല, അത് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്കും എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചേർന്ന ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ നിയമം, ഒരു പുതിയ അധ്യായത്തിന്റെ ആരംഭമായി യേശു ക്രിസ്തു തന്റെ രക്തം എടുത്ത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആ പാനപാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് പുതിയ നിയമത്തിലെ രക്തം. എന്താണ് ഈ രക്തത്തിന്റെ പ്രത്യേകത? ഇത് പാപങ്ങളെ മായിക്കുവാൻ പോകുന്നു. പഴയ നിയമം മുതൽ രക്തത്തിന്റെ ഉടമ്പടികൾ പ്രസിദ്ധമായിരുന്നു. പഴയ നിയമത്തിൽ മാത്രമല്ല, പല പല ഗോത്രക്കാരും രാജ്യക്കാരും രക്തത്തിന്റെ ഉടമ്പടി അവർ പരസ്പരം ചെയ്ത് അവർ ഒരു ഉടമ്പടി ചെയ്ത് ഒരു നിയമനം കൊണ്ടുവരുമായിരുന്നു. എന്താണ് ഉടമ്പടി? ഒരു ബലവാനും ബലഹീനനും തമ്മിലാണ് ഉടമ്പടി. അല്ലെങ്കിൽ ഒരാൾ പേടിച്ചു നിൽക്കുമ്പോൾ ബലവാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ആ ഉടമ്പടി പറയുമ്പോൾ അവർ രണ്ടുപേരും ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ ശരീരങ്ങളിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കും, ഒരു പാനപാത്രം എടുക്കും, ഒരു തുള്ളി രക്തം അതിൽ വീഴും. രണ്ട് കൂട്ടരുടെ രക്തം ഈ പാനപാത്രത്തിൽ വീണ് അതിൽ അവർ വീഞ്ഞ് പകർന്ന് കലർത്തിയ ശേഷം രണ്ടുപേരും ഈ പാനപാത്രത്തിന്റെ പകുതി കുടിക്കും. അത് കുടിക്കുമ്പോൾ അവർ വിളിച്ചു പറയുന്നത്, ഇന്ന് മുതൽ സ്വന്തം സഹോദരന്മാരെക്കാളും ശക്തമായ ബന്ധമാണ് നിന്റെയും എന്റേതും. എന്റേതുള്ളതെല്ലാം നിന്റേത്, നിന്റേത് മുഴുവൻ എന്റേത് എന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു ആ ഉടമ്പടി. അവർ രണ്ടുപേരും അവരുടെ ശരീരങ്ങളിൽ അല്പം മുറിവേറ്റ് ഈ രക്തം വീഴുമ്പോൾ അവർ രക്തത്തെക്കാളും അതിനുശേഷം അവർ രണ്ടുപേരും കൈകോർത്ത് പിടിക്കും. അതിനുശേഷം വീണ്ടും അവർ ചെയ്യുന്നത്, അവർ ഗൺ പൗഡർ എന്ന് പറഞ്ഞാൽ വെടിമരുന്നെടുത്ത് ആ മുറിവിന്റെ മേൽ പെരട്ടും. എന്തിനാ പെരട്ടുന്നത്? അതൊന്ന് പഴുക്കുവാൻ. എന്തിനാ അത് പഴുപ്പിക്കുന്നത്? നാളെ ആ മുറിവ് കാണുമ്പോൾ അത് അവർക്ക് ഓർമ്മ വരണം, ഞാൻ ഇന്നയാളുടെ അതെ രക്ത ഉടമ്പടിയിൽപ്പെട്ട വ്യക്തിയാണ്. ബലവാനായിരിക്കുന്ന ഒരു വ്യക്തി ബലഹീനനുമായി ഒരു ഉടമ്പടി എന്തിനാ ചെയ്യുന്നത്? ബലഹീനൻ പറയുന്നത്, എനിക്ക് സ്വയമേ രക്ഷിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ബലവാനെ നീ എന്നെ രക്ഷിക്കണം, എനിക്ക് നീയുമായിട്ട് ഒരു ഉടമ്പടിയിലെത്തണം. ബലവാൻ ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഉടമ്പടിയിൽ സൈൻ ചെയ്യാണ്. എങ്ങനെയാ സൈൻ ചെയ്യുന്നത്? രക്തം ആ പാനപാത്രത്തിൽ ഒരു തുള്ളി രക്തം ഇട്ടുകൊണ്ട് താൻ ആ ഉടമ്പടിയിൽ അഗ്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമ്മതിക്കുമ്പോൾ ബലവാൻ ഇങ്ങനെയാ പറയുന്നത്, ഇന്നു മുതൽ നിന്നെ പരിപാലിക്കാനും ഇന്നു മുതൽ നിന്നെ കരുതുവാനും നിന്നെ മാത്രമല്ല നിന്റെ തലമുറ കാക്കുവാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അബ്രഹാം വിഗ്രഹം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക്, വിഗ്രഹത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പിതാവാം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇറങ്ങി പുറപ്പെടുക. വേറെ ആരോടും ആലോചന ചോദിച്ചില്ല. ആരോടും ആലോചന ചോദിക്കാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. അബ്രഹാം ഇറങ്ങി തിരിച്ച ശേഷം അനുസരണം കണ്ട പിതാവാം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നമുക്ക് തമ്മിൽ ഒരു ഉടമ്പടി തുടങ്ങാം, നമുക്ക് തമ്മിൽ ഒരു രക്തത്തിന്റെ ഉടമ്പടി ആകാം. എനിക്ക് പകരമായി കൂനമില്ലാത്ത ഒരു ആടിനെ നീ കൊണ്ടുവരണം, അതിനെ അറക്കണം. ഇന്നു മുതൽ നിന്റെ കുടുംബത്തിലെ 8 വയസ്സ് തികയുന്ന എല്ലാ മെയിൽസ് എല്ലാം പുരുഷന്മാരെ, എല്ലാം പുരുഷ സന്തതികളെ പരിച്ഛേദന ചെയ്യണം. എനിക്ക് പകരമായി കൂനമില്ലാത്ത ആടിന്റെ രക്തം വീഴുന്നു. നിന്റെ തലമുറയിൽ ആ 8 വയസ്സ് പ്രായം 8 ദിവസം പ്രായമുള്ള പുരുഷന്റെ പരിച്ഛേദന അർപ്പിക്കുമ്പോൾ നമ്മൾ തമ്മിൽ രക്തത്തിന്റെ ഉടമ്പടിയായി തീരും. അങ്ങനെ അബ്രഹാമും ദൈവവും രക്തത്തിന്റെ ഉടമ്പടിയിൽ ഒന്നായി തീർന്നു. മറന്നു പോകരുത്, സോദോം ഗൊമോരയെ നശിപ്പിക്കുവാനായി ദൈവം ഒരുങ്ങുമ്പോൾ ദൈവം തിരിഞ്ഞ് അബ്രഹാമിന്റെ ആലോചന ചോദിക്കാനുള്ള ഒരു കാരണം, അബ്രഹാം താനുമായിട്ട് ഒരു രക്തത്തിന്റെ ഉടമ്പടിയുണ്ട്. അവനോട് ചോദിക്കാതെ ഈ ഭൂമിയെ നശിപ്പിക്കാൻ സാധിക്കാത്ത വിധം ആ ഉടമ്പടി തന്നെ God tied a covenant and bound himself in it. Hallelujah. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അബ്രഹാം ദൈവത്തോട് കൂടെ നടക്കുവാൻ തുടങ്ങി. ദൈവം ഏറ്റെടുത്ത ഒരു കാര്യം, ദൈവം ബലവാനായതുകൊണ്ട് അബ്രഹാം ബലഹീനനായതുകൊണ്ട് ദൈവം ആ ഉടമ്പടിയോടെ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഈ ഉടമ്പടി ലോക അവസാനം അല്ലെങ്കിൽ എന്നേക്കും നിലനിൽക്കും. നീ മാത്രമല്ല, നിന്റെ സന്തതികളുമായി ഈ ഉടമ്പടി നിലനിൽക്കും. ആകയാൽ നീ എന്റെ കൂടെ നടക്കണം. അബ്രഹാം ഈ ലോകത്തിൽ ദൈവത്തിന്റെ കൂടെ നടന്നു. അബ്രഹാം ബലഹീനനാണെങ്കിലും ബലവാനായിരിക്കുന്ന ദൈവം വാക്ക് പറഞ്ഞു, എന്റെ പ്രൊട്ടക്ഷൻ, എന്റെ മുഴുവൻ സമൃദ്ധി, എന്റെ സകലതും എന്റേതെല്ലാം നിന്റേത്, നിന്റെ മുഴുവൻ എന്റേത് എന്ന് ദൈവം തന്നെ താൻ താഴ്ത്തി ഒരു മനുഷ്യനുമായി ഒരു ഉടമ്പടി വെച്ചു.
അബ്രഹാമിന്റെ കാലം കഴിഞ്ഞു, ഇസ്ഹാക്കിന്റെ കാലം വന്നു. ഇസ്ഹാക്കിന്റെ കാലം കഴിഞ്ഞ് യാക്കോബിന്റെ കാലം വന്നു. യാക്കോബ് മുഖാന്തരമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായി. രക്തത്തിൽ ഉടമ്പടിപ്പെട്ട ഒരു വർഗം. അവരെ കണ്ടാൽ തന്നെ അവർ ഇത്രയും ചെറിയ വിരലിൽ എണ്ണാൻ പറ്റുന്ന ഒരു ചെറിയ കൂട്ടം. പക്ഷെ ലോകത്തിലെ ഒരു രാജ്യത്തിന് പോലും അവരെ തൊടുവാൻ സാധിച്ചില്ല. കാരണം ദൈവം അബ്രഹാമായി രക്തത്തിന്റെ ഉടമ്പടി ഉണ്ടായിരുന്നു. ചേർന്ന ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അബ്രഹാമുമായിട്ട് ദൈവവുമായിട്ടുള്ള ആ ഉടമ്പടി എന്നൊക്കെ ഒരു കുഞ്ഞ് മെയിൽ ചൈൽഡ് പരിച്ഛേദന കഴിയുമ്പോൾ അന്ന് അബ്രഹാമും ദൈവം തമ്മിലുള്ള ഉടമ്പടിയിൽ ഈ പുരുഷനോട് അംഗമാകും. അതോടെ ദൈവം പറയും, ഈ കുഞ്ഞും അവന്റെ തലമുറയും നോക്കുവാനുള്ള ഉത്തരവാദിത്വം എന്റേത്. അങ്ങനെ ഇസ്രായേൽ ജനം നാൾക്ക് നാൾ ബലമാകുവാൻ തുടങ്ങി. ആർക്കും തൊടുവാൻ സാധിച്ചില്ല. ജെറൂസലേം ലോകത്തിലെ